പിണ്ടിമനയിൽ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത്. പുതിയ ബജറ്റിലും തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന ആക്ഷേപവുമായി അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിനു മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. UDFന്റെ വികസന വിരുദ്ധ നിലപാട് തിരുത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. പിണ്ടിമന പഞ്ചായത്ത് ഭരണസമിതി പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിക്കുന്നതായി ആക്ഷേപം. MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്നതായും ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CPM പിണ്ടിമന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം ഏരിയ സെക്രട്ടറി KA ജോയി ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിന് തിരുമുറ്റത്ത് കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്തുകയാണ്. നമ്മൾ കണ്ടില്ലേ വാർത്താമാധ്യമങ്ങളിലൂടെ? എന്ത് ദൗർഭാഗ്യരാണ്, എന്ത് ദൗർഭാഗ്യരാണ്. നിങ്ങൾ ഭരിക്കുന്ന, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിൽ അവിടുത്തെ CPMന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾക്ക് ഈ ദുര്യോഗം ഉണ്ടായിട്ടുണ്ടോ? കാരണം മോളിൽ അനുവദിച്ചു തന്നിട്ടുള്ള ഫണ്ട് ജനങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയം നോക്കിയിട്ടാണ്. അത് അങ്ങനെ തന്നെ വിതരണം ചെയ്യുവാനുള്ള മാന്യതയും അന്തസ്സും ഇവിടുത്തെ ഭരണ നേതൃത്വം ഇല്ലാതെ പോയി ദൗർഭാഗ്യവശാൽ. അതുണ്ടാക്കി കൊടുക്കുവാനുള്ള രാഷ്ട്രീയ നേതൃത്വവും തലകുടിച്ച് നിൽക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടി ലീഡർ MS അലിയാർ മാഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PM മുഹമ്മദ് അലി, ബിജു P നായർ, TC മാത്യു, പഞ്ചായത്ത് മെമ്പർ സിജി ആന്റണി, കർഷക സംഘം നേതാവ് MV കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 10, 11 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ പഞ്ചായത്തിന്റെ ഏക ഫുട്ബോൾ മൈതാന വികസനത്തിന് ഗ്രാമപഞ്ചായത്ത് ഫണ്ടൊന്നും അനുവദിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം. 2025-26 പുതിയ പദ്ധതിയിലും ഫണ്ട് വകയിരുത്തിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിമ്മിന് NOC നൽകാതെ മാർച്ച് 31-ന് പദ്ധതി പൂർത്തിയാക്കാതിരിക്കാൻ UDF ഭരണസമിതിയിലെ ഒരു വിഭാഗം രാഷ്ട്രീയ പ്രേരിത കള്ളക്കളി നടത്തുന്നു എന്നും ആക്ഷേപങ്ങളുണ്ട്. അമ്മച്ചി നഗർ കുടിവെള്ള പദ്ധതി, ചേലാട് വഴിയോര വിശ്രമ കേന്ദ്രം, കോഫി ഷോപ്പ്, ആധുനിക വാഷ്റൂം, സൗഹൃദ വിശ്രമ ഹാൾ എന്നിവ ഉൾപ്പെടുന്ന പദ്ധതികളെല്ലാം അവഗണിക്കപ്പെട്ടു. ഭൂതത്താങ്കെട്ട് ടൂറിസം കേന്ദ്രത്തിന് സമീപം യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ തകർന്നു കിടക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി വഴിയോര വിശ്രമ കേന്ദ്രം പദ്ധതി തയ്യാറാക്കിയെങ്കിലും പദ്ധതി അട്ടിമറിച്ചു. അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിന്റെ തൂപ്പുകൂലി നിഷേധിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളിലെ കുടിവെള്ള പദ്ധതിക്ക് 2025-26 പുതിയ പദ്ധതിയിലും ഫണ്ടില്ല എന്നിങ്ങനെ അനേകം ആരോപണങ്ങളാണ് ഭരണസമിതിക്കെതിരെ ഉയർന്നിട്ടുള്ളത്. UDF ഭരണസമിതിയുടെ ജനാധിപത്യ വിരുദ്ധ വികസന വിരുദ്ധ നിലപാട് തിരുത്തണമെന്നും ജില്ലാ പഞ്ചായത്തിന്റെ DPC അംഗീകാരമുള്ള പദ്ധതികൾ മാർച്ച് 31-നകം പൂർത്തിയാക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.